ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ എത്ര ഉന്നതരായാലും നടപടിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. സമസ്ത മേഖലകളിലും സ്ത്രീകൾക്ക് തലയുയർത്തി പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ഡൽഹി ചലോ മാർച്ച് 2 ദിവസത്തേക്ക് നിർത്തിവെച്ച കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റി സമരം ശക്തമാക്കുന്നതിനുള്ള ആസൂത്രണത്തിന് വേണ്ടിയാണ് അവധിയെന്ന് നേതാക്കൾ. കർഷക സമരത്തിനിടെ യുവ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാക്കൾ. ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ. ഹരിയാനയിൽ ഇന്റർനെറ്റ് മൊബൈൽ സേവനത്തിനുള്ള നിരോധനം നീട്ടി. 7 ജില്ലകളിൽ നാളെ വരെയാണ് നിരോധനം. ക്രമസമാധാനം കണക്കിലെടുത്താണ് നടപടിയെന്ന് സർക്കാർ. തിരുവനന്തപുരത്ത് പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നിയാസ് റിമാൻഡിൽ. പ്രതിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ്. ജമ്മു കശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വീട്ടിൽ CBI റെയ്ഡ്. പ്രധാനമന്ത്രി മോദിയെ നിശിതമായി വിമർശിച്ച് സത്യപാൽ മീണ രംഗത്ത് എത്തിയിരുന്നു. പിന്നാലെയാണ് റെയ്ഡെന്ന ആരോപണം. ബഹിരാകാശം പൂർണ്ണ വിദേശ നിക്ഷേപത്തിന് തുറന്നുകൊടുത്ത ഇന്ത്യ. FDI ചട്ടങ്ങൾ മാറ്റിയെഴുതി. ലക്ഷ്യം $100 ബില്യൺ വിദേശ നിക്ഷേപമെന്ന കേന്ദ്രമന്ത്രി. മുംബൈ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. 8 കിലോ സ്വർണവും 5 ഐഫോണുകളും പിടികൂടിയത് 4 കോടിയുടെ സ്വർണം. IPL ആവേശത്തിന് ക്രിക്കറ്റ് ലോകം. മത്സരക്രമം ഇന്ന് പുറത്തുവിടും. ആദ്യഘട്ടത്തിലെ 15 ദിവസത്തെ മത്സരങ്ങളുടെ വിവരങ്ങളാകും ഇന്ന് പുറത്തുവിടുക. ബീഫുമായി ബസിൽ കയറിയ സ്ത്രീയെ ഇറക്കിവിട്ട സംഭവത്തിൽ തമിഴ്നാട്ടിലെ സർക്കാർ ബസ് ഡ്രൈവർക്കും കണ്ടക്ടർക്കും സസ്പെൻഷൻ. പാഞ്ചാലി എന്ന 59-കാരിയാണ് ബീഫ് വിൽക്കാൻ പോകുന്നതിനിടെ ബസിൽ നിന്നും ഇറക്കി വിട്ടത്. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVBharat.com സന്ദർശിക്കുക.